ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 PSC പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേദികളെ കുറിച്ചാണ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2027 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത്. 2027 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ ആണ്. 2027 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത്. 2025 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത്. 2025 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡാണ്. 2025 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലാണ്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റിയോ ഡി ജനീറോയിലാണ്. ബ്രസീല് റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത്. 2026 48 49 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയാവുന്നത്. 2026 48 49 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയാകുന്നത് ഫിലിപ്പീൻസ് ആണ്. 2026 48 49 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയാകുന്നത്. 2025 46 47 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയായത്. 2025 46 47 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയായത് മലേഷ്യ ആണ്. 2025 46 47 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയായത്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ് ആണ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2025 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത്. 2025 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത് കാനഡയാണ്. 2025 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത്. 2026 ഫിഫ പുരുഷ വേൾഡ് കപ്പിന് വേദിയാവുന്നത്. 2026 ഫിഫ പുരുഷ വേൾഡ് കപ്പിന് വേദിയാകുന്നത് ഇവയെല്ലാം അമേരിക്ക, കാനഡ, മെക്സിക്കോ ഇവയെല്ലാമാണ് 2026 ഫിഫ പുരുഷ വേൾഡ് കപ്പിന് വേദിയാകുന്നത്. 2022 ഫിഫ പുരുഷ വേൾഡ് കപ്പിന് വേദിയായത്. 2022 ഫിഫ പുരുഷ വേൾഡ് കപ്പിന് വേദിയായത് ഖത്തറാണ്. 2022 ഫിഫ പുരുഷ വേൾഡ് കപ്പിന് വേദിയായത്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി, അമേരിക്കയിലുള്ള മിയാമിയിലാണ് 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2025 G20 ഉച്ചകോടിക്ക് വേദിയായത്. 2025 G20 ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയിലുള്ള ജോഹന്നാസ്ബർഗിലാണ് 2025 G20 ഉച്ചകോടിക്ക് വേദിയായത്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ്, അമേരിക്കയിലുള്ള ലോസ് ഏഞ്ചൽസിലാണ് 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത്. 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത്. 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയയിലുള്ള ബ്രിസ്ബെയിനിലാണ് 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത്.
2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡിലുള്ള ഗ്ലാസ്ഗോയിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. 2022 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത്. 2022 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത് ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ് 2022 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത്. 2026 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാകുന്നത്. 2026 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാകുന്നത് അന്റാലിയ, തുർക്കി. തുർക്കിയിലെ അന്റാലിയയിലാണ് 2026 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാകുന്നത്. 2025 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP13 വേദിയായത്. 2025 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP13 വേദിയായത് ബലേം, ബ്രസീൽ. ബ്രസീലിലുള്ള ബലേമിലാണ് 2025 ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP13 വേദിയായത്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത് ഐച്ചി നഗോയ, ജപ്പാൻ. ജപ്പാനിലുള്ള ഐച്ചി നഗോയയിലാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്. 2022 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായത്. 2022 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഹാങ്ഷൗ, ചൈന. ചൈനയിലുള്ള ഹാങ്ഷൗവിലാണ് 2022 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായത്. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അങ്കാറ, തുർക്കി. തുർക്കിയിലെ അങ്കാറയിലാണ് 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2025 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത്. 2025 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് ഹേഗ്, നെതർലാൻഡ്. നെതർലാൻഡിലെ ഹേഗിലാണ് 2025 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത്. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം അസർബൈജാൻ. അസർബൈജാനാണ് 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം. 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം. 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയ ആണ് 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്നത്. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് മിലാൻ, കോർട്ടിന ഡി ആംപെസോ, ഇറ്റലി. ഇറ്റലിയിലെ മിലാൻ, കോർട്ടിന ഡി ആംപെസോയിലാണ് 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം തന്നെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ അടുത്തത് ഇനി ഏത് ടോപ്പിക്ക് വേണമെന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.